തിരിച്ചെത്താം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ്. ഗവർണർ സർക്കാർ പോര് രൂക്ഷമാവുകയും SFIയുടെ പ്രതിഷേധത്തിനെതിരെ റോഡിലിറങ്ങി കുത്തിയിരിക്കുകയും ചെയ്ത ഗവർണർ 138 വേദികൾ മന്ത്രിസഭ ഒന്നടങ്കം സംസ്ഥാനത്താകെ സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള മറ്റൊരു പരിപാടിയും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി സർക്കാരിനൊപ്പം ഉണ്ട് എന്ന പ്രഖ്യാപനമായി നവകേരള സദസ്സ് മാറുകയായിരുന്നു. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവയെ അതിജീവിച്ച് സർക്കാർ നടപ്പാക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളോട് വിശദീകരിക്കുക എന്താണ് ഇതിലുദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. അതോടൊപ്പം ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പുതിയ മാർഗം തുറക്കുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ താലൂക്ക് തല അദാലത്തുകളിൽ ആരംഭിച്ച് മേഖലാതല യോഗങ്ങളും തീരദേശ വനസൗഹൃദ സദസ്സുകളും ഇതെല്ലാമടക്കം വലിയൊരു പ്രക്രിയയുടെ തുടർച്ചയായാണ് മന്ത്രിസഭയുടെ സംസ്ഥാനതല പര്യടനം നടന്നത്. താലൂക്ക് അദാലത്തുകളിൽ മന്ത്രിമാരായിരുന്നു പങ്കെടുത്തത്. അതിൻ്റെ അവലോകനങ്ങൾ മേഖലാതലത്തിൽ നടത്തിയത് മന്ത്രിസഭയാകെ പങ്കെടുത്തുകൊണ്ടായിരുന്നു. നവകേരള സദസ്സിൽ 6,42,076 നിവേദനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചില പരാതികൾ ഒന്നിലധികം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇവ അതത് വകുപ്പുകൾക്ക് നടപടിക്കായി പ്രത്യേകം നൽകുമ്പോൾ നടപടിയെടുക്കേണ്ട വിഷയങ്ങളുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകാം. നിവേദനങ്ങൾ വകുപ്പ് തലത്തിൽ തരംതിരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയാണ്. പൊതു സ്വഭാവമുള്ള പരാതികൾ തരംതിരിച്ച് അതിൽ പൊതു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. നിലവിലുള്ള ചട്ടങ്ങളിലോ ഉത്തരവുകളിലോ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ അക്കാര്യവും പരിഗണിക്കുന്നതാണ്. നവകേരള സദസ്സിലെ ഒരു പ്രധാന പരിപാടി പ്രഭാത യോഗങ്ങളായിരുന്നു. സാമൂഹ്യ രംഗത്തെ പ്രധാന വ്യക്തികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, നിയമജ്ഞർ, വിരമിച്ച ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, വർഗബഹുജന സംഘടനാ പ്രതിനിധികൾ, അറിയപ്പെടുന്ന മഹിളാ പ്രതിനിധികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർ, വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ, ഇങ്ങനെ 200ഓളം പേരാണ് ഓരോ പ്രഭാത യോഗത്തിലും പങ്കെടുത്തത്. നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തവർക്ക് അഭിപ്രായങ്ങൾ എഴുതി നൽകാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ഇവയാകെ പരിശോധിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുകയാണ്. ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പ് തല അവലോകന യോഗങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട്. വ്യത്യസ്ത വകുപ്പുകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗങ്ങളാണ് വിളിച്ചത്. വന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി പരിശോധിച്ചു. സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 20 യോഗങ്ങളാണ് വിളിച്ചു ചേർത്തത്. ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗങ്ങളിൽ പങ്കെടുത്തു. ജനകീയ സംവാദങ്ങളും മുഖാമുഖ ചർച്ചകളും
തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തുറന്നുള്ള ദിവസങ്ങളിൽ വ്യത്യസ്ത മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്നവരെ പ്രത്യേകമായി വിളിച്ചു ചേർക്കും. ആദ്യഘട്ടമെന്ന നിലയിൽ 10 കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി മുഖാമുഖ പരിപാടി നടത്തും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, മഹിളകൾ, ഭിന്നശേഷിക്കാർ, ആദിവാസികൾ, ദളിത് വിഭാഗങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ, സീനിയർ സിറ്റിസൺസ്, തൊഴിൽ മേഖലയിലുള്ളവർ, കാർഷിക മേഖലയിലുള്ളവർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ഇവരുമായുള്ള മുഖാമുഖം പരിപാടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 2024 ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെ വിവിധ ജില്ലകളിലായി നടക്കുന്ന മുഖാമുഖം പരിപാടികളിൽ ഓരോ മേഖലയിലും അനിവാര്യമായ നവകേരള കാഴ്ചപ്പാടുകൾ വിശദമായി അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തിൽ എല്ലാ സർവകലാശാലകളിൽ നിന്നും, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ ഭാഗമാകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞ ഘട്ടമാണിത്. എങ്കിലും നിരവധി മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിക്കാനുണ്ടാകും. ജ്ഞാനമേഖലയിൽ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളും വികസന പ്രവർത്തനങ്ങളും ചർച്ചയുടെ ഭാഗമാണ്. അക്കാദമിക് രംഗത്തും പ്രൊഫഷണൽ രംഗത്തും കലാ, സാംസ്കാരിക, സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്ന യുവജനങ്ങൾ മുഖാമുഖത്തിനായി എത്തിച്ചേരും. യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ചകൾക്ക് വിഷയമാകും. യുവജനക്ഷേമത്തിലും തൊഴിൽ മേഖലയിലും കേരളം കൈവരിച്ച നേട്ടങ്ങളെ കൂടുതൽ മികവിലേക്ക് ഉയർത്താൻ വേണ്ട ആശയങ്ങൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമുള്ള അവസരം ഒരുങ്ങും. വനിതകളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ വനിതാ പ്രസിഡന്റുമാർ, കുടുംബശ്രീ, ആശാപ്രവർത്തകർ, അംഗൻവാടി, സാന്ത്വന പരിചരണം, വനിതാ കർഷകർ, വനിതാ അഭിഭാഷകർ, IT, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കും. വനിതാ ക്ഷേമവും സുരക്ഷയും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന പരിഗണനകളിൽ ഒന്നാണ്. ആ മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവയെ കൂടുതൽ മികവിലേക്ക് ഉയർത്താനുള്ള ആശയങ്ങൾ ഈ മുഖാമുഖ വേദിയിൽ പങ്കുവെക്കപ്പെടും. ആദിവാസി, ദളിത് വിഭാഗങ്ങൾ, ഭിന്നശേഷി, വയോജന പ്രതിനിധികൾ ഇവരുമായുള്ള മുഖാമുഖ പരിപാടിയിലും മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തും. അതാത് മേഖലകളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ഈ മുഖാമുഖങ്ങളിൽ അവസരമൊരുങ്ങും. സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ സംഗീത, നാടക, ലളിതകല, സാഹിത്യ, കലാമണ്ഡലം, സിനിമ, നാടൻകല ഈ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും. കേരളത്തിൻ്റെ മതമൈത്രിക്കും സാഹോദര്യത്തിനും ശാസ്ത്രബോധത്തിനും മുതൽക്കൂട്ടാകുന്ന രീതിയിൽ സാംസ്കാരിക മേഖലയെ പരിപോഷിപ്പിക്കാനുള്ള സാധ്യതകളും കലാകാരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള ആശയങ്ങളുമെല്ലാം സംവാദത്തിൻ്റെ ഭാഗമാകും. കേന്ദ്ര നയങ്ങൾ കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന കാർഷിക മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളുമായുള്ള മുഖാമുഖം പുനരുജ്ജീവന മാർഗങ്ങൾ ആരായും. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ക്ഷേമവും ചർച്ചയുടെ പ്രധാന വിഷയങ്ങളാകും. തൊഴിൽ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളുമായി ആധുനിക തൊഴിൽ മേഖലയിലേക്ക് കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവത്വത്തെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ആശയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കും. ജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ വളർത്തിയെടുക്കാനുള്ള കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടി. ലോകത്തെ തന്നെ മികച്ച തൊഴിൽ മേഖലകളിലേക്ക്
കടന്നു ചെല്ലാനും അവയ്ക്ക് തത്തുല്യമായത് ഇവിടെ പടുത്തുയർത്താനുമാണ് നാം ശ്രമിക്കുന്നത്. അതിന് ഈ പരിപാടി ഊർജം പകരും. ഈ വിധം നാടിൻ്റെ മേഖലകളെ ആഴത്തിൽ സ്പർശിക്കുകയും പുതിയ വെളിച്ചം വീശുകയും ചെയ്യുന്ന പരിപാടിയായി ഈ മുഖാമുഖങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവകേരള സദസ്സിന് നൽകിയ പിന്തുണയും പങ്കാളിത്തവും ഈ പരിപാടിയിലും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള പരിപാടി ഇങ്ങനെയാണ്: ഫെബ്രുവരി 18 കോഴിക്കോട് വിദ്യാർത്ഥി സംഗമം, ഫെബ്രുവരി 20 ചൊവ്വ തിരുവനന്തപുരം യുവജനങ്ങൾ, 22 വ്യാഴം എറണാകുളം സ്ത്രീകൾ, 24 ശനി കണ്ണൂർ ആദിവാസികളും ദളിത് വിഭാഗങ്ങളും, 25 ഞായർ തൃശ്ശൂർ സാംസ്കാരികം, 26 തിങ്കൾ തിരുവനന്തപുരം ഭിന്നശേഷിക്കാർ, 27 ചൊവ്വ തിരുവനന്തപുരം സീനിയർ സിറ്റിസൺസ്, 29 വ്യാഴം കൊല്ലം തൊഴിൽ മേഖല, മാർച്ച് 2 ശനി ആലപ്പുഴ കാർഷിക മേഖല, മാർച്ച് 3 ഞായർ എറണാകുളം റെസിഡൻസ് അസോസിയേഷനുകൾ. ഇവയുടെ വേദികൾ പിന്നീട് നിശ്ചയിച്ചറിയുകയാണ് ചെയ്യുക. നവകേരള സൃഷ്ടിക്കായുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് പ്രധാന വിലങ്ങുതടിയാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ്. തനത് നികുതി വരുമാനത്തിലും ആഭ്യന്തര ഉൽപ്പാദനത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്കായിട്ടുണ്ട്. എന്നിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. ഈ ദുർനയങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട പ്രതിപക്ഷം ജനവിരുദ്ധ പക്ഷത്തു നിന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ പ്രകാരം കേരളത്തിന് ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിബന്ധനകളില്ലാതെയും 0.5% വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് വിധേയമായും വായ്പ എടുക്കാവുന്നതാണ്. എന്നാൽ സ്വതന്ത്ര സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൻ്റെ വായ്പാ പരിധി 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. ഇതുമൂലം കേരളത്തിന് ആകെ വായ്പാ പരിധിയിൽ 6000 കോടിയോളം രൂപയുടെ കുറവ് 2023-24 സാമ്പത്തിക വർഷത്തിലുണ്ടായി. ഭരണഘടനയുടെ അനുച്ഛേദം 280 പ്രകാരം നിയമിക്കപ്പെടുന്ന ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അട്ടിമറിക്കുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ കിഫ്ബി പോലുള്ള പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങളുടെ കടം സംസ്ഥാനത്തിൻ്റെ കടമായി ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293(3), 293(4) എന്നിവയ്ക്ക് അനുസൃതമായി 2017 ആഗസ്റ്റിന് മുൻപ് നിലനിന്നിരുന്നതുപോലെ പൊതു കണക്കിനത്തിലെ നീക്കിയിരിപ്പും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വായ്പകളും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി നിർണ്ണയിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ പ്രത്യേക ഉദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം നിലക്കെടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമാണെന്ന തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്. അതുവഴി സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്തത്. ദേശീയപാത 66ൻ്റെ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ 25% തുകയാണ് കേരളത്തോട് ആവശ്യപ്പെട്ടത്. ഇതിനായി കിഫ്ബി വഴി 5854 കോടി രൂപ സമാഹരിച്ച് നൽകി. ഈ തുക കടമെടുപ്പ് അവകാശത്തിൽ നിന്ന് കുറക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള വിഭവ കൈമാറ്റവും. സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകേണ്ട നികുതി വിഭവങ്ങളുടെ
അനുപാതം 14-ാം ധനകാര്യ കമ്മീഷനിൽ 42%. 15-ാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിൽ 41% കുറഞ്ഞു. അതിനു പുറമെ സെസ്സും സർചാർജും സംസ്ഥാനങ്ങളുമായി വിഭജിക്കേണ്ടതില്ലാത്തതിനാൽ കേന്ദ്ര വരുമാനത്തിൻ്റെ 1/3 സെസ്സും സർചാർജുമായി മാറി. 2014-15 ഇത് വെറും 10% മാത്രമായിരുന്നു. അത് കഴിഞ്ഞ വർഷം 28.1%. സംസ്ഥാനങ്ങൾക്ക് വിഭജിക്കേണ്ട നികുതി 50% വർദ്ധിപ്പിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം പരിഗണിച്ചില്ല. ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സമീപനം. BJP സർക്കാർ വന്ന ശേഷം 2011 ജനസംഖ്യ നികുതി വിഭജനത്തിനുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചു. ഇതിന് 15% വെയിറ്റേജ് നൽകി. ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ കേരളത്തിന് നികുതി വിഹിതം കുറയുന്നതിന് ഇത് കാരണമായി. 1971 സെൻസസ് അടിസ്ഥാനമാക്കിയാണ് ജനസംഖ്യാപരമായ നേട്ടങ്ങൾക്കുള്ള വെയിറ്റേജ് 30% സംസ്ഥാനം ആവശ്യപ്പെട്ടത്. GST മൂലമുള്ള നികുതി അവകാശ നഷ്ടം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി GSTയിൽ 14% വാർഷിക നികുതി വളർച്ചാ നിരക്ക് ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ GST സമ്പ്രദായം നടപ്പാക്കിയതിലെ പോരായ്മകളും പ്രകൃതി ദുരന്തങ്ങളും കോവിഡും മൂലം ഈ വളർച്ചാ നിരക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പരിഹാരമായി നിർദ്ദേശിച്ച GST നഷ്ടപരിഹാരം 5 വർഷം കഴിഞ്ഞപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തു. കേന്ദ്രവിഹിതം നാമമാത്രമാണ്. എങ്കിലും കേന്ദ്ര സർക്കാർ ബ്രാൻഡിങ് നിർബന്ധം എന്നാണ് അവസ്ഥ. ലൈഫ് പദ്ധതിയിൽ ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്ക് തുക പൂർണ്ണമായി നൽകുന്നതും കേന്ദ്ര ധനസഹായമുള്ള ചുരുക്കം വീടുകളിൽ തന്നെ തുകയുടെ സിംഹഭാഗം ചെലവഴിക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ലൈഫ് പദ്ധതിക്ക് കീഴിൽ വീടുകൾ നിർമ്മിക്കുന്നതിന് കേരളത്തിന് കേന്ദ്ര PMAY പദ്ധതിക്ക് കീഴിൽ ലഭിക്കുന്ന നാമമാത്ര തുക ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ബ്രാൻഡിംഗ് നിർബന്ധമാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകൾ ഓരോരുത്തരുടെയും സ്വന്തമാണ്. അതിന്മേൽ മറ്റൊരാൾക്കും അവകാശമില്ല. വീട് നിർമ്മിച്ച ശേഷം അത് ഇന്ന തരത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്നും ഇന്നവരുടെ സഹായത്താൽ നിർമ്മിച്ചതാണ് എന്നും എഴുതി വെക്കുന്നത് വീട്ടുടമസ്ഥൻ്റെ ആ കുടുംബത്തിൻ്റെ ആത്മാഭിമാനത്തെ ആക്രമിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു ലേബലിങ്ങും കേരളത്തിൽ നടത്തുന്നില്ല, ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. ആര് നിർബന്ധിച്ചാലും അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാവുകയുമില്ല. ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി 22/1/2024 വരെ 3,71,934 വീടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ 32,751 വീടുകൾക്ക് മാത്രമാണ് PMAY ഗ്രാമീണിൻ്റെ ഭാഗമായ 72,000 രൂപ സഹായം ലഭിച്ചത്. 72,000 രൂപയാണ് സഹായം. ബാക്കി 4 ലക്ഷത്തിലുള്ള തുക സംസ്ഥാന സർക്കാരിൻ്റെതാണ്. PMAY അർബൻ്റെ ഭാഗമായി 80,259 വീടുകൾക്ക് 1,50,000 രൂപ കേന്ദ്രം നൽകുന്നു. 1,50,000 രൂപ കഴിച്ചുള്ള 4 ലക്ഷത്തിൻ്റെ ബാക്കി സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. ഇതിൽ 2 പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി 4 ലക്ഷം രൂപ തികച്ചു നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. എല്ലാം ചേർത്താലും ആകെ 1,13,010 വീടുകൾക്ക് 30.38% മാത്രമാണ് നാമമാത്രമായ കേന്ദ്ര സഹായം ലഭിച്ചിട്ടുള്ളത്. ബാക്കി 2,58,924 വീടുകളും പൂർണ്ണമായി സംസ്ഥാന സർക്കാരിൻ്റെയും
തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത്. ഇപ്പോൾ ലൈഫ് പദ്ധതി കീഴിൽ നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര പദ്ധതിയുടെ പേര് പ്രദർശിപ്പിക്കണം. അല്ലാത്ത പക്ഷം കേന്ദ്രം നൽകുന്ന ചെറിയ കേന്ദ്ര വിഹിതം പോലും അനുവദിക്കില്ലെന്ന് കേന്ദ്ര ധനമന്ത്രാലയം നിലപാട് എടുത്തിരിക്കുകയാണ്. ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല. 15ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമുള്ള 2022-23 നഗര തദ്ദേശ സ്വയംഭരണ ഗ്രാൻഡ് ഇനത്തിൽ 51,55,00,000 രൂപയും ഹെൽത്ത് ഗ്രാൻഡ് ഇനത്തിൽ 137,17,00,000 രൂപയും കുടിശ്ശികയാണ്. അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 630,34,00,000 രൂപ പെർഫോമൻസ് ഗ്രാൻഡ് അനുവദിച്ചിട്ടില്ല. 2018-19, 2019-20 വർഷത്തേക്ക് 14ാം ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പെർഫോമൻസ് ഗ്രാൻഡായി ശുപാർശ ചെയ്തിരുന്ന 660,34,00,000 രൂപയും കേന്ദ്രം അനുവദിച്ചിട്ടില്ല. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിയിലെ കേന്ദ്ര വിഹിതം 2023-24 വർഷം ഉച്ചഭക്ഷണ പരിപാടി നടത്തിയതിൻ്റെ ഭാഗമായി 54 കോടി രൂപ കേന്ദ്ര ഗ്രാൻഡ് ലഭിക്കാനുണ്ട്. അധിക വിഹിതം ഉൾപ്പെടെ പ്രതിവർഷം ശരാശരി 16 ലക്ഷം ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ചിരുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിന് ശേഷം 14.25 ടണ്ണാക്കി കുറച്ചിരിക്കുകയാണ്. ഭരണഘടനാപരമായി തന്നെ നമ്മുടെ രാജ്യത്ത് ചെലവ് ബാധ്യതകൾ കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ സംസ്ഥാനങ്ങൾക്കാണ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ആകെ പൊതുചെലവിൻ്റെ 62.4% വഹിക്കുന്നത് സംസ്ഥാനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ വെറും 37.6% മാത്രമാണ് കേന്ദ്രം വഹിക്കുന്നത്. രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 62.2% കേന്ദ്രം കൈയടക്കി വച്ചിരിക്കുകയാണ്. കോളേജ് അധ്യാപകർക്ക് UGC നിരക്കിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട 750 കോടി രൂപയുടെ ഗ്രാൻഡ് ലഭിച്ചിട്ടില്ല. നെല്ല് സംഭരണത്തിനുള്ള 792 കോടി രൂപയും ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ലഭിക്കാനുള്ള 61 കോടി രൂപയും ഇതുവരെ ലഭിച്ചിട്ടില്ല. 5 വർഷത്തെ ആസൂത്രണത്തോടെയാണ് സംസ്ഥാനം അതിൻ്റെ ഫിസ്ക്കൽ പോളിസി ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് വെട്ടിക്കുറക്കൽ ഉണ്ടാക്കുന്നത് സംസ്ഥാനത്ത് ധനഞെരുക്കം ഉണ്ടാക്കും. കേരളത്തിൽ സംഭവിച്ചത് ഇതാണ്. ഈ ധനഞെരുക്കം കേന്ദ്ര സർക്കാർ നിലപാട് മൂലമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ ധനകാര്യ ചെലവുകളോടെ കേരളം പടുത്തുയർത്തിയ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതം വെട്ടിക്കുറക്കാനുള്ള കാരണമാക്കുകയാണ്. കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താതെ മറ്റു നിവൃത്തിയില്ല എന്ന നിലയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ സമരം നടത്താൻ നിർബന്ധിതമാകുന്നത്. നിലവിലുള്ള പ്രശ്നങ്ങളും സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയും നവകേരള സദസ്സിൽ സജീവമായി ചർച്ച ചെയ്തിരുന്നു. ഉപരോധ സമാനമായ കേന്ദ്ര നിലപാട് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിച്ച് ഫെഡറൽ തത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ യോജിച്ച സ്വരം ഉയരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രാജ്യതലസ്ഥാനത്ത് ഫെബ്രുവരി 8 സമരം സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം രാവിലെ 11 മണിക്ക് മന്ത്രിമാർ, MLA-മാർ, MP-മാർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിൽ അണിചേരും. ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന കൂട്ടായ്മയിലേക്ക് BJP ഇതര സംസ്ഥാനങ്ങളിലെ
മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ സമരം നമ്മുടെ നാട് നേരിടുന്ന അനീതിക്കെതിരെയുള്ള യോജിച്ച പോരാട്ടമായി മാറേണ്ടതുണ്ട്. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഗവർണർക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. അദ്ദേഹം ഒരു പ്രത്യേക നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. അത് പ്രത്യേകമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹം നടത്തിപ്പോവുകയാണ്. അതിൻ്റെ ഭാഗമായി കുറേ ചോദ്യങ്ങൾ ഉണ്ടാകും തോന്നുന്നു. എല്ലാം കൂടി ഒന്നിച്ച് പറയുന്നല്ലേ നല്ലത്. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ചോദിക്കാൻ? പിന്നെ ഇതിനു വേണ്ടി പ്രത്യേക പത്രസമ്മേളനത്തിന് വേണ്ടി വരുന്ന ലക്ഷണമാണുള്ളത്. ഇതിൽ ആദ്യം നമ്മൾ കാണേണ്ടത് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരാരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം. ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം, മുഖ്യമന്ത്രി പോകുമ്പോൾ എന്താണ് സ്ഥിതി എന്നാണ്. മുഖ്യമന്ത്രി പോയല്ലോ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോകുന്നതും മുഖ്യമന്ത്രി ഒറ്റക്ക് പോകുന്നതും എല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലോ. കുറേ കാലമായിട്ട് ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം ഉള്ള അവസ്ഥ നോക്കിയാൽ ചില ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ, വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വന്നിട്ടില്ലേ. ആ പ്രതിഷേധങ്ങൾ വരുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ നിന്ന് എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നത് എന്ന് നോക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? എൻ്റെ കാര്യം വിട്ടുകളി. ഈ കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരാൾ, ഈ അധികാരസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടോ? ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു. ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ, പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ? സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാലോ. അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ? പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ.
പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ? ഈ പോകുന്നയാൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം, യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം. പ്രതിഷേധത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും. അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും. ആ നിയമ നടപടികൾ ഞാൻ പറയുന്നത് പോലെ സ്വീകരിക്കണം. ആ FIR എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവ സ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ FIRന് വേണ്ടി സമരം നടത്തുന്ന സ്ഥിതി നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് സാധാരണ ചെയ്യാൻ പാടുള്ളൊരു കാര്യമാണോ? അപ്പം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള തുടർച്ചയായുള്ളൊരു നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന കേരളത്തിലെ ഗവർണർ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം എന്നെക്കുറിച്ച് പലതും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അത് അദ്ദേഹം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത് വേറൊരു കാര്യമാണ്. ഇവിടെ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്. അത് ഈ കോഴിക്കോട് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ വരണ്ട. ആര്? പോലീസ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗവർണർ പറഞ്ഞിട്ടുണ്ടോ നേരത്തെ? എവിടെയെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ടോ? എന്നിട്ട് നമ്മുടെ മിഠായി തെരുവിൽ പോയി ഇറങ്ങി നടക്കുകയല്ലേ? അതെന്താണ്? ആ സ്വീകരിച്ച നിലപാടിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണോ കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേകമായിട്ട് നിലപാടെടുത്തതാണോ എന്നറിയില്ല, ഈ സുരക്ഷ CRPFന് കൈമാറി എന്നാണ് പറയുന്നത്. അത് വളരെ വിചിത്രമായൊരു കാര്യമാണ്. ഈ സ്റ്റേറ്റിൻ്റെ തലവനാണല്ലോ അദ്ദേഹം. സ്റ്റേറ്റിൻ്റെ തലവൻ എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. ആ സുരക്ഷ വേണ്ട എന്നാണ് പറഞ്ഞത്. ഇപ്പം ഏത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പം തന്നെ ചിലർക്ക് കേന്ദ്ര സുരക്ഷയുണ്ട്. അത് ഒന്ന് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമേന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, ഇവരെല്ലാം RSS പ്രവർത്തകരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടിരിക്കുന്നു. അല്ല, അത് വേറെ കാര്യം. സർപ്ലസ് എപ്പോഴും ഉണ്ടല്ലോ. ഈ ഗവർണർക്ക് നേരത്തെ ഉണ്ടല്ലോ, അത് പുതിയ കാര്യമല്ലല്ലോ. ഇത് ഈ പട്ടികയിലാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അദ്ദേഹം കേരളത്തിൻ്റെ ഗവർണർ എന്ന നിലയിലുള്ള ആ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയിരുന്ന സുരക്ഷയിൽ നിന്ന് മാറി കേരളത്തിലെ ചില RSSകാർക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ള സുരക്ഷയുടെ സൗകര്യത്തിൻ്റെ ആ കൂടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല. എന്താ കേരളത്തിലെ CRP നേരിട്ട് ഭരിക്കുമോ? CRPനെ കേരളം കാണാത്ത ഒരു കാര്യമാണോ? എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRPക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ CRPക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണം എന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ CRPക്ക് കഴിയുമോ? കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ, ജനാധിപത്യ വഴക്കങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ? അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയുമോ? മനസ്സിലാക്കേണ്ട കാര്യം, ഏത് അധികാരസ്ഥാനവും വലുതല്ല, അതിനു മേലെയാണ് നിയമം. ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും. ആ നിയമമാണ് സുപ്രീം. അത് കാണണം, അത് മനസ്സിലാക്കാൻ സാധിക്കണം. അതില്ലാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ സ്വയം വിവേകം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് നമ്മൾ
ഈ എന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല, സ്കൂളിൽ നിന്ന് പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ തന്നെ സ്വയം അനുഭവത്തിലൂടെ ആർജിക്കേണ്ട കാര്യമാണ്. അത് ഇതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ലാലോ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത കാലയളവിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിലതിനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. അതിൽ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. പ്രതിഷേധക്കാർ ബാനർ കെട്ടുന്നു. ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെരുവിലിറങ്ങി ആ ബാനർ അഴിച്ചു മാറ്റ് എന്ന് പറയലാണോ സാധാരണ? അതിന് നേതൃത്വം കൊടുക്കലാണോ സാധാരണ ചെയ്യാറുള്ളത്? എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ? നമ്മുടെ കേരളം മാത്രമല്ലല്ലോ പ്രതിഷേധം നടക്കുന്ന സ്ഥലം. ഇവിടെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട്, എല്ലാവരും പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഏതെങ്കിലും കാലത്ത് ഇങ്ങനെയൊരു അധികാരസ്ഥാനത്തിരിക്കുന്ന ആളെ ഈ കേരളം കണ്ടിട്ടുണ്ടോ? പോട്ടെ, രാജ്യം കണ്ടിട്ടുണ്ടോ? അതല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സാങ്കേതികമായി ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും വായിച്ചാൽ എല്ലാം വായിച്ചു എന്നുള്ള തരത്തിൽ കണക്ക് കൂട്ടാം. പക്ഷേ എന്താണ് അദ്ദേഹം കാണിച്ചത്? ഇതൊക്കെ കേരളത്തോടുള്ള ഒരു തരം വെല്ലുവിളിയാണ്. ഇതേതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെൻറ്റിനോടോ ഒരു മുന്നണിയോടോ ഏതെങ്കിലും ഒരു പക്ഷത്തോടോ ഉള്ള വിരോധപരമായ നിലപാടാണെന്ന് കാണേണ്ടതില്ല. കേരളത്തോടുള്ള അവഹേളനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഭരണഘടനയെ അവഹേളിക്കുന്ന നിലപാടുമാണ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല. 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട്. വളരെ ബേഷ്. അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസമില്ല. FIR ഇടാനൊരു കുത്തിയിരിപ്പ് വേണം. സാധാരണ ഏത് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യമല്ലേ ഇത്? അതിന് റോഡിൻ്റെ സൈഡിൽ പോയി കുത്തിയിരിക്കേണ്ട കാര്യമുണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് എന്നാണല്ലോ. അവർ സ്വയമേവ ചെയ്തുകൊള്ളില്ലേ അത്? അതിന് ഇദ്ദേഹം പോയി കുത്തിയിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാമായി എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് നിലപാടെടുക്കുന്നവരെ ഇത് തുടരും. അതേ ഉള്ളൂ. ഓ സംസ്ഥാനത്തിന്റെ കാര്യത്തിലുള്ള കേന്ദ്ര ഇടപെടലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഈ RSSന്റെ പട്ടികയിൽ പെടേണ്ട ആളാണ് ഇദ്ദേഹം എന്ന് കരുതിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഇരിക്കട്ടെ എന്ന് അവർ വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകാതിരിക്കുകയാണ്. അത് എൻ്റെ ചുമതലയല്ല, ഇപ്പോഴത്തെ ചുമതലയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ്. ഈ കേന്ദ്രവും സംസ്ഥാനവും എല്ലാം ഒരേ കൂട്ടർ കളിക്കുന്ന കാലത്ത് കേരളത്തിൻ്റെ പല മേഖലയെയും നേരിടാൻ വേണ്ടി CRPFനെ ഇവിടെ ഇറക്കിയിരുന്നു. ആ കാലമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. അതുകൊണ്ടൊന്നും കേരളം വല്ലാതെ തകർന്നു പോയിട്ടില്ലല്ലോ. അതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതൊക്കെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമല്ലേ. അത് നമുക്ക് നോക്കാം എവിടെ എത്തുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചല്ലോ, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ പറ്റി. പ്രതിപക്ഷ നേതാവും ഇദ്ദേഹവും ഗവർണറും പറഞ്ഞത് ഒരേ രീതിയിൽ തന്നെയല്ലേ.
ഞങ്ങളെ വിമർശിക്കുമ്പോൾ കുറച്ചുകൂടി കടുപ്പത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ വിദ്യാർത്ഥികൾ ഇറങ്ങി പ്രക്ഷോഭം നടത്തിയ കാര്യത്തെപ്പറ്റി ഗവർണർ പറഞ്ഞതും പ്രതിപക്ഷ നേതാവും പറഞ്ഞതും ഒരേ സ്വരാണല്ലോ, ഏകദേശം വാചകം തന്നെ ഒന്നാണല്ലോ. എങ്ങനെയാണ് അത്ര താതാത്മ്യം പ്രാപിക്കാൻ ഇവർക്ക് കഴിയുന്നത്? അതൊരു ആശ്ചര്യകരമായ കാര്യമാണ്. മനസ്സിലായില്ല. ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അന്വേഷണം ഉണ്ടായോ? ഇല്ല 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 ഇല്ല, അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളൊന്നുമില്ല. എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യരുടേതായ രീതികൾ കാണൂലേ പലപ്പോഴും. അങ്ങനെയൊന്നും അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് എല്ലാവരും മനുഷ്യരല്ലേ, മനുഷ്യരുടെ രീതികൾ എല്ലാവർക്കും കാണൂലേ. ഇത് എവിടെ എത്താൻ നോക്കാം നമുക്ക്. അല്ല, നിയമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാറ്റിനും മേലെ സുപ്രീം നിയമമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നിയമസംഹിതയോടുള്ള വിശ്വാസം നമുക്ക് ആർക്കും താർന്നിട്ടില്ല. അത് എപ്പോഴും നമ്മളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഇതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നമ്മളോട് വല്ലാത്തൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ നിർബന്ധമാവുകയാണ്. ഇത് ഒരു നിസ്സാര പ്രശ്നമല്ല, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ലംഘനം ഒരു സംസ്ഥാനത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, കേന്ദ്രം എങ്ങനെ നിലപാടുകൾ എടുക്കണമെന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഗൗരവമായി കണ്ടു എന്നാണ് തോന്നുന്നത്. അത് നോക്കാം നമുക്ക് എവിടെയാണെന്ന്. അത് ഇതൊന്നും മനസ്സിലാകാതെ കൊടുക്കുന്നൊരു വാർത്തയല്ല, മനസ്സിലാക്കി കൊടുക്കുന്ന വാർത്തയാണ്. അതിനെ ഒന്ന് ലളിതവൽക്കരിക്കണമെന്നാണ് ആ വാർത്ത കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. ഇത് നാടിൻ്റെ ഏറ്റവും കടുത്ത ഒരു പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് മന്ത്രിസഭയാകെയും നിയമസഭ ആകെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പ്രതിപക്ഷം സ്വാഭാവികമായും അതുമായി സഹകരിച്ചില്ല. എന്താണ് സഹകരിക്കാതിരുന്നതെന്ന് അവർ പറഞ്ഞ കാര്യമാണ്. ഞങ്ങളത് ആഗ്രഹിച്ചതാണ്. പക്ഷേ അങ്ങനെയൊരു സമരം നടക്കുമ്പോൾ അത് രാജ്യം കാണുന്ന അപൂർവമായൊരു സമരമായിട്ടാണ് മാറുക. അതൊരു സമരമാണ്. നമുക്കറിയാലോ, ഏത് സമരത്തിനും ഉദ്ഘാടനം ഉണ്ടാവും, കാണില്ലേ നമ്മൾ. ആ സമരത്തെ ചിലർ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ വിളിച്ചത് ചില മുഖ്യമന്ത്രിമാരെയാണ്. അതോടൊപ്പം നേരത്തെ മുഖ്യമന്ത്രിമാരായിരുന്ന ചിലരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അതെല്ലാം BJP ഇതര മുഖ്യമന്ത്രിമാരും നേതാക്കളുമാണ്. ആ കൂട്ടത്തിൽ ഞങ്ങൾ ക്ഷണിച്ച കൂട്ടത്തിൽ നിങ്ങൾ കാണേണ്ടത് കോൺഗ്രസ് നേതാവ് ഖാർഗെയുണ്ട്. ഇപ്പോൾ സ്വീകരിച്ച നിലപാട് കാരണം അദ്ദേഹത്തെ അരി വരില്ല. അപ്പോൾ ഇതൊന്നും സമ്മേളനത്തിൻ്റെ ഭാഗമല്ല, അതൊക്കെ സമരത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാത്തവരല്ല ഈ വാർത്ത കൊടുത്തത്. സമരം എന്താണെന്ന് കാണാത്തവരല്ലല്ലോ അവർ. നമ്മുടെ കേരളത്തിലോ രാജ്യത്തോ എത്രയോ സമരങ്ങൾ നടക്കുന്നു, അതിനെ പലരും അഭിസംബോധന ചെയ്യാറില്ലേ. അപ്പോൾ അത് ലളിതവൽക്കരിക്കാൻ വേണ്ടി കൊടുത്ത വാർത്ത എന്ന് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഓർമ്മയില്ലേ, നമ്മുടെ ഫിഷറീസ് മന്ത്രി തന്നെ തീരദേശ മേഖലയിൽ പോയി വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് തീരദേശ മേഖലയിലെ വിഭാഗങ്ങളുമായി വിശദമായി ചർച്ച ചെയ്താണ്. ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്താണ്. ഓരോ മണ്ഡലത്തിൻ്റെയും പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്തു പോയതാണ്. അതിൻ്റെ ശേഷം നമ്മുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളിൽ മറ്റ് ജനവിഭാഗങ്ങളെയാണ് നമ്മൾ എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. മന്ത്രിമാർ കൂടി ഉണ്ടാവും. മന്ത്രിസഭ ആകെയല്ല, ബന്ധപ്പെട്ട മന്ത്രിമാർ കൂടി ഉണ്ടാവും.
വകുപ്പ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഞാൻ കൂടി ഇടപെടേണ്ട പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഞാൻ കൂടി ഇടപെടും. അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എന്തെങ്കിലും ഇടപെടൽ പ്രത്യേകമായി വേണ്ടി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നടത്തുമല്ലോ. അതിനൊരു തടസ്സം ഉണ്ടാവില്ല. കേന്ദ്ര ഏജൻസികളെ കുറിച്ചൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അതിന് വീണ്ടും ഇപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ. ശരി, ഞാൻ പറയുന്നില്ല. അതിനെപ്പറ്റി നല്ലോണം പറയേണ്ടവർ പറയും. ഞാനൊക്കെ ഒന്നും പറയാനില്ല. ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ശരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനമായൊരു രാഷ്ട്രീയ ആരോപണമായി അദ്ദേഹം ഉന്നയിച്ചത് നിലവിൽ കൊടുങ്ങല്ലൂരും തൃശ്ശൂരും അടക്കം ഒരു കൂട്ടം RSSകാരുടെ പേര് അദ്ദേഹം ആവർത്തിച്ചു. ആ RSSകാർക്ക് കൊടുക്കുന്ന കേന്ദ്രസേനയുടെ സുരക്ഷയാണ് ഇപ്പോൾ ഗവർണർക്ക് കൂടി ലഭിച്ചിരിക്കുന്നത്. ഗവർണർ ആ പദവിയിലേക്ക് സ്വയം ചുരുങ്ങുകയാണ് എന്ന വലിയ രാഷ്ട്രീയ ആരോപണമാണ് ഈ കേന്ദ്രസേന CRPF എത്തിയതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. നിലവിൽ സംസ്ഥാനം ഭരണഘടനാ പദവി എന്ന നിലയിൽ ഗവർണർക്ക് കൊടുക്കുന്ന സുരക്ഷയിൽ നിന്ന് മാറി RSSകാർക്ക് ലഭിക്കുന്ന സുരക്ഷയിലേക്ക് സ്വയം ചുരുങ്ങുകയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് CRPFൻ്റെ സുരക്ഷ ഏറ്റെടുത്തുകൊണ്ടുള്ള നടപടിക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നത്. ഏറ്റവും പ്രസക്തമായ ഒന്ന് അതാണ്. പിന്നീട് ഗവർണർ സ്വീകരിക്കുന്നത് വളരെ ബാലിശമായ നടപടികളാണ്. ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ ചെയ്തുകൂടാത്ത നടപടിയാണ്. അധികാര കേന്ദ്രത്തിലിരിക്കുന്നവർ അത്തരത്തിലല്ല പെരുമാറേണ്ടത്. FIR അടക്കം എടുക്കേണ്ടത് കേരള പോലീസിൻ്റെ കടമയാണ്. അത് അവർ ചെയ്തുകൊള്ളും. അത് പോയിരുന്ന് കുത്തിയിരുന്ന് 1.5 മണിക്കൂർ റോഡിൻ്റെ സൈഡിൽ കുത്തിയിരുന്ന് ഉറപ്പാക്കേണ്ട ഗതികേടിലേക്ക് ഗവർണർ താഴാൻ പാടില്ലായിരുന്നു എന്നൊക്കെ മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു. ഗവർണർ എന്താണ് കാട്ടുന്നതെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ബില്ലുകൾ പഠിക്കാനോ നോക്കാനോ ഒപ്പിടാനോ സമയമില്ല. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാനോ സമയമില്ലാത്ത ഗവർണർ റോഡരികിൽ പോയി 1.5 മണിക്കൂർ കുത്തിയിരിക്കാൻ സമയം കണ്ടെത്തുന്നു എന്നതിലെ വൈരുദ്ധ്യത്തെയും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ രൂക്ഷമായ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. അതുമാത്രമല്ല, ഈ സുരക്ഷാ ചുമതല ഉള്ള പോലീസുകാരും അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് നടന്നു കയറുന്നത് സുരക്ഷാ വീഴ്ച സ്വയം സൃഷ്ടിക്കുന്നതിന് തുല്യമാണ്. അത്തരത്തിൽ ഗവർണർ ശ്രമിച്ചു. അത് വളരെ ഗൗരവവും ഗുരുതരവുമാണ്. സുരക്ഷാ വീഴ്ചയ്ക്ക് വഴിയൊരുക്കുന്ന തരത്തിലേക്കാണ് ഗവർണർ പെരുമാറിയത്. അധികാരത്തിലിരിക്കുന്നവർ പെരുമാറേണ്ട ചില നടപടികളുണ്ട്. അതാണ് ഗവർണർ പാലിക്കാതെ പോയതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, CMൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും കേരളം ഉറ്റുനോക്കിയിരുന്നത് തൊട്ടു മുമ്പ് നടന്നിരുന്ന രാഷ്ട്രീയ സിനാരിയോയിൽ ഗവർണർക്ക് എന്ത് മറുപടി പറയുമെന്നതായിരുന്നു. കൃത്യമായി അതിന് മറുപടി പറഞ്ഞു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് വരവേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്, അതും ഗവർണർക്കുള്ള എതിരായ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ചോദിച്ചോളൂ, അതിനുശേഷം അതിന് മൊത്തത്തിൽ ഉത്തരം പറയാം എന്നൊരു പുതിയ ശൈലി കൂടിയാണ് മുഖ്യമന്ത്രി എടുത്തത്. എന്തൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്? വിശദമാക്കിയാൽ. അജിംഷാദ്, വളരെ വിശദമായി തന്നെ ഗവർണറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും സംസാരിക്കാതിരുന്നത് തൊട്ടുള്ള വിഷയങ്ങളെല്ലാം, ഏറ്റവും ഒടുവിൽ നടന്ന പ്രതിഷേധങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾക്ക് വളരെ വിശദമായി തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ വന്നു ഘട്ടത്തിൽ എങ്കിൽ പിന്നെ ഇത് കുറച്ചധികം ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലോ, എങ്കിൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കൂ, ഞാൻ ഒരുമിച്ച് മറുപടി പറയാം എന്നൊരു കാര്യമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. മാധ്യമപ്രവർത്തകരെല്ലാം എല്ലാ കാര്യങ്ങളും ചോദിച്ചു. അതിനെല്ലാം വിശദമായി അദ്ദേഹം മറുപടി പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഉപചോദ്യങ്ങളുണ്ടായി. അതിനും മറുപടി പറഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഗവർണർ ഒരു പ്രത്യേക തരം നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകമായ രീതിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയും. കമലേഷ് തെക്കേക്കാട്, തീർച്ചയായും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഞങ്ങൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്ന ഗവർണർ ഈ ഘട്ടത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തി. അതൊന്ന് കേട്ടതിന് ശേഷം ഞാൻ ഈ കമലേഷിലേക്ക് തന്നെ തിരിച്ചെത്താം. ഗവർണർ എന്താണ് മസ്കറ്റ് ഹോട്ടലിൽ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്.
My feeling is it was the rod which was used to carry the black flag. They had thrown it at the glass. Then only I got down. Acha, tell me, in Trivandrum, tell me, that day when I was going to airport, at how many places they had attacked the car? Four. In how many places action was taken? Only when I got down from the car, in that case action was taken. All other three places, they did not take any action. They did not take any action in Palakkad. They did not take any action in Alipi. Only when I get down from the car, and I am asking you whether they hit or they did not hit. If Chief Minister is traveling on the same road, will they allow 17 people with black flags standing with about 100 policemen? Will they allow? Does it mean that there are two sets of rules for two people? There are two sets of rules? For two people who are heading the government here. They say. No, I am asking you, sir, does it mean that if the Chief Minister No. is given proper security? Some people feel when unfortunately power goes to your head, then you think that you are above the law. That seems to be the case as far as my feeling is concerned. That you are holding you are dressed with authority for a brief period of time. Democracy does not make me the ultimate arbiter. Ultimate arbiter are the common people of this country. And I have been saying it again that so many things are happening. The Kannur case, I have not given the judgment. They are upset with me. Why I have written that on the file, which has been used by the Honorable Supreme Court to unseat the Kannur Vice Chancellor. And even now, when I come back, I will share with you the letters, and I have written to the Chief Minister that you seem not to have read the judgment of the Honorable Supreme Court. You are still trying to interfere in the matters of the university. This is contempt of the court. Sir, there seems to be a total lack of breakdown of communication between the government. It is not question. What is the conflict between him and me? That is what is the question being asked by every This is what Kerala. Honorable Supreme Court has said. Nobody has right to interfere in my statutory functions. Can they say I'm interfering in anything? They want to interfere in my statutory functions. Now the SFI secretary is saying that if all the SFI And I want to treat them with contempt, which they are a bunch of hoodlums. I don't want to respond to these people. That's all. Thank you. ഗവർണർ ക്ഷുഭിതനാവുകയാണ് പോയത്. അത് മാത്രമല്ല, ഗവർണർ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയ അധികാരങ്ങൾക്ക് മേൽ കോടതി ലംഘിച്ചിട്ട് പോലും, അതായത് കോടതിയുടെ വിലക്കുണ്ടായിട്ട് പോലും അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ആയ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറുകയാണ് സർക്കാരിൻ്റെ ഒരു കാര്യങ്ങളിലും അത്തരത്തിൽ ഗവർണർ കടന്നു കയറുന്നില്ല. അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, അത് കോടതി അലക്ഷ്യമാണ് എന്ന വാക്കാണ് ഗവർണർ ഉപയോഗിച്ചത്. പിന്നെ അത് മാത്രമല്ല, താൻ പ്രതിഷേധങ്ങൾക്ക് എതിരായി ഇറങ്ങി പ്രതിഷേധിക്കുന്ന ഘട്ടങ്ങളിൽ മാത്രമേ പ്രതിഷേധക്കാർക്കെതിരെ ഒരു ആക്ഷനും പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ളൂ. ഗ്ലാസ്സിലേക്ക് പോലും പലതും വലിച്ചെറിയുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പാലക്കാടും കണ്ണൂരും ഒക്കെ അദ്ദേഹം ഉദാഹരണങ്ങളായി എടുത്തു പറഞ്ഞു. പക്ഷേ ആലപ്പുഴയിലുമൊക്കെ. പക്ഷേ ഈ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്നിടത്ത് മാത്രമേ പോലീസ് നടപടി എടുക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള ആക്ഷേപമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൻ്റെ അതേ സമയം തന്നെ ഗവർണറും നടത്തിയിരുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. വീണ്ടും കമലേഷിലേക്ക് എത്തിയാൽ, കമലേഷ് തെക്കേക്കാട് മസ്കറ്റ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഗവർണർ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളുടെ മറുപടി മുഖ്യമന്ത്രി പറഞ്ഞു. അതൊക്കെ മാധ്യമപ്രവർത്തകർ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിയിലേക്ക് എത്തിച്ചിരുന്നു. കമലേഷ്. തീർച്ചയായും ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് ഒരു വശത്ത് ഗവർണറും വാർത്താ സമ്മേളനം നടത്തിയത്, മാധ്യമങ്ങളെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഓൺലൈനായി എന്തൊക്കെ കാര്യങ്ങൾ ഗവർണർ സംസാരിക്കുന്നു എന്നതടക്കം നോക്കിയതിനു ശേഷമാണ് ആ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയോടും നമ്മൾ ചോദ്യങ്ങളായി ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഞാൻ ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേകതരം സുരക്ഷയും ഗവർണർക്ക് മറ്റൊരു തരം സുരക്ഷയുമാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നത് എന്നതായിരുന്നു ഗവർണറുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അതായത് മുഖ്യമന്ത്രി വരുമ്പോൾ നിങ്ങൾ ഒരുക്കുന്ന സുരക്ഷയാണോ ഗവർണർക്ക് ലഭിക്കുന്നത് എന്ന് നോക്കണം. മുഖ്യമന്ത്രി അതായത് ഗവർണറുടെ സുരക്ഷ ഒരുക്കുന്നതിൽ നിന്ന് പോലും പോലീസുകാർ, അതായത് സംസ്ഥാനത്തെ പോലീസ് സേന നല്ല സേനയാണ്, പക്ഷെ അവരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പോലും മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ല. ആ നിലയിൽ തനിക്ക് സുരക്ഷ പോലും ഒരുക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ്
ഉന്നയിച്ചത് അത് മുഖ്യമന്ത്രിയോട് ഉന്നയിച്ചിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ തലവൻ, ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച, മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നതിനേക്കാൾ മികച്ച സുരക്ഷയാണ് സംസ്ഥാനത്ത് ഗവർണർക്ക് നൽകുന്നത്. അതിൽ എന്താണ് ഒരു പാളിച്ചയുണ്ട്, പാകപ്പിഴയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എപ്പോഴാണ്? ഏതെങ്കിലും തരത്തിലൊരു സുരക്ഷാ വീഴ്ച ഇതുവരെയും ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും സമഗ്രമാണ്. എന്തായിരുന്നാലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര്, സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അതിന് പുതിയ തലങ്ങൾ തേടിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളാണ് ദൃശ്യങ്ങൾക്കും മറ്റു വിവരങ്ങൾക്കും ഒപ്പം കമലേഷ് സക്കേക്കാട് നൽകിയത്. റൂഡി ബുള്ളറ്റിനൂടെ പൂർണ്ണമാകുകയാണ്. ഇനി വാർത്തകളുമായി ശ്രുതി പ്രകാശ്.